മികച്ച ജോലിയും ഉയർന്ന സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ള കുടുംബം. അമ്മ വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥ. മകന് കോസ്റ്റ് ഗാർഡിലും ജോലി. എന്നാൽ വിരമിച്ച ശേഷം മകൻ അജയ്കുമാറിന്റെ പണി മദ്യപാനമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ മൂക്കറ്റം കുടിക്കും. അങ്ങനെ അജയ്കുമാറിന്റെ മദ്യപാനവും പരാക്രമവും കാരണം ഭാര്യ ഉപേക്ഷിച്ചുപോയി. പിന്നീട് മദ്യലഹരിയിൽ സ്വന്തം അമ്മയ്ക്കെതിരെയായി അയാളുടെ അതിക്രമം. തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ രാത്രി നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അമ്മ വിജയകുമാരി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അമിതമായ മദ്യപാനം എതിർത്തതിന്റെ വിരോധത്തിൽ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത്. സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയ്കുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയ്കുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയ്കുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈജനബുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പികൾ എറിയാനും ശ്രമിച്ചെന്നും സമീപവാസികൾ പറഞ്ഞു. തുടർന്ന് നേമം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇയാള് അങ്ങനെ നടക്കുകയായിരുന്നു. ആദ്യം എന്നിട്ട് ഈ മദ്യം എടുത്ത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേകം ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേകം പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം.